അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവന പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് കുടുംബമായി പങ്കെടുക്കുവാൻ കർത്താവ് നൽകുന്ന സാവകാശനായി കൃപയ്ക്കായി ആരോഗ്യനായ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. 2025 വർഷം മെയ് മാസം 24 ശനിയാഴ്ച ഈ ഭവനത്തിലായിരിക്കാൻ കർത്താവ് നൽകുന്ന എല്ലാ കൃപകൾക്കും സാവകാശനായി സ്തോത്രം ചെയ്യുന്നു. കടന്നുവന്ന കർത്തദാസൻ ലാൽ പാസ്റ്ററും കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഷൈജി പാസ്റ്ററും കുടുംബമുണ്ട്, കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കടന്നുവന്ന എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകമായി ഭവനത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന മാതാവിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വിജയപ്രദനും കുടുംബത്തിനായി സ്തോത്രം. ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് അവരെയും ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവസേന നമുക്ക് ഒരു ദിവസം കൂടി ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് സാവകാശം ഒരിക്കലും കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ധാരാളമായി അവരെ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വളരെ ശക്തമായി സ്തോത്രം, വളരെ അതേ ആവശ്യമുള്ള ഒരു ദൈവിക ദൂത് ഇന്ന് പകൽ നമുക്ക് നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്ന കർത്തദാസൻ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ചിന്തിക്കുകയായിരുന്നു സ്തോത്രം, എൻ്റെ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെ ഒരു വലിയ വ്യത്യാസമൊന്നുമില്ലാതെ തന്നെ പാസ്റ്ററും സംസാരിക്കുന്നത് ശുശ്രൂഷിച്ചത് അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. തൻ്റെ അതിനോട് ചേർന്ന് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ പങ്കുവെച്ചിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് വളരെ ഈ ഷൈജി പാസ്റ്റർ എന്ന ശുശ്രൂഷ വചനത്തിൻ്റെ അതിൻ്റെ ഒരു ഭാഗം ഇന്നലെ വന്ന ദൈവമക്കൾക്ക് കുറച്ചുപേരേ ഉള്ളൂ ഇന്നലെ വന്നവർ, എങ്കിലും ഇന്നലെ വന്നവർക്ക് വെള്ളിയാഴ്ച പ്രാർത്ഥന വന്നവർക്ക് അറിയാം. സ്തോത്രം, ഞാൻ ലാലു പാസ്റ്ററോട് പിന്നെ മെസ്സേജ് അയക്കുകയും ചെയ്തു. പാസ്റ്ററിന് ഇന്നലത്തെ ശുശ്രൂഷ എടുത്ത വചനഭാഗവും ആ രീതിയും ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. കാരണം സ്തോത്രം, കർത്താവിന് വേണ്ടി ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുക, ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കുമ്പോൾ ലജ്ജിക്കാതെ കഷ്ടം സഹിപ്പാൻ വേണ്ടി ഉള്ള ദൂതാണ് അറിയിച്ചത്. അതിൽ സ്തോത്രം ആദ്യ 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികളുടെ ചില അനുഭവങ്ങൾ പങ്കുവച്ചു. നീരോ ചക്രവർത്തിയുടെ കാലത്ത് അവരെ കഷ്ടം അനുഭവിച്ചതും കൊന്നതും അടിയേറ്റതും ഒക്കെയുള്ള കാര്യങ്ങൾ ആദ്യമായിട്ടാണ് പാസ്റ്റർ പറയുന്നത്, ഞാൻ കേൾക്കുന്നത്. എപ്പോഴും ഞാൻ വരുന്നില്ലല്ലോ, എങ്കിലും സ്തോത്രം അത് വളരെ ചുരുക്കമാണ് ഈ കാലഘട്ടത്തിൽ പാസ്റ്റർമാർ പ്രസ്താവിക്കുന്നത്. എന്നാൽ സ്തോത്രം അത് വളരെ ആവശ്യമുള്ള ദൂതാകുന്നു. കർത്താവ് നമ്മളെ പിടിവിക്കുന്നു, വലിയ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ല കാര്യം. അത് ഒരു വശം, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം അടയാളം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ ഇരിക്കുന്നതും കർത്താവിന് അത്ഭുതമാണ്. പക്ഷെ ഞാൻ യേശുവിന് വേണ്ടി എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്യുന്നു, സ്തോത്രം, അതാ വിഷയം. അതിലൊന്ന് പാസ്റ്റർ ഇന്നലെ പ്രസ്താവിച്ചു. നീരോ ചക്രവർത്തി ചെയ്ത ഒരു കാര്യം സമയം കിട്ടിയില്ല, അതുകൊണ്ട് പറയേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ബൈബിൾ സ്കൂളിൽ ഇതൊക്കെ പഠിപ്പിക്കാറുണ്ട്, ഞങ്ങളെ പഠിപ്പിക്കാൻ. ഞാൻ അധികം പഠിച്ചിട്ടുമില്ല, പൂർത്തീകരിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ലൈബ്രറിയിൽ 4 വർഷം പഠിക്കേണ്ട PTH ഞാൻ ഒരു 6 മാസം കൊണ്ട് പഠിച്ചു. ലൈബ്രറി കയറി സകല പുസ്തകങ്ങൾ രാത്രിയൊക്കെ ഒന്ന് വായിച്ച് നോട്ട്സ് എഴുതിയെടുക്കുമായിരുന്നു. നീരോ ചക്രവർത്തി ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, സ്തോത്രം, പാസ്റ്റർമാർക്ക് അറിയാം. പക്ഷെ നിങ്ങളൊന്ന് ഓർപ്പിക്കട്ടെ, ക്രിസ്ത്യാനികളെ പിടിക്കുമ്പോൾ അത് ആണായാലും പെണ്ണായാലും കുഞ്ഞുങ്ങളായാലും പിള്ളേരെ പിടിച്ച് അവരെ തീപന്തങ്ങളായിട്ട് കൊളുത്തി കത്തിക്കുമായിരുന്നു. തീപന്തമായിട്ട് താൻ പോകുന്ന വഴിയിൽ തീപന്തമായിട്ട് എണ്ണ ഒഴിച്ച് അവർ കത്തിക്കും. സ്തോത്രം, ഗർഭിണിയായ സ്ത്രീകളായാലും അവർ ഉപദ്രവിക്കും, അവരെ സിംഹത്തിന് മുമ്പാകെ ഇടും. കൊളോസിയം തന്നെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. കൊളോസിയം വലിയ ഇങ്ങനെ ഒരു എന്താ പറയുക, അതെ, പക്ഷെ അത് ആംഫി തിയേറ്റർ ഒക്കെ പറയുമ്പോൾ മനസ്സിലാവില്ല. ഒരു വട്ടം പോലെ ഒരു വലിയൊരു ഒരു കെട്ടിടമാണ്. ഒരു 10-15 ആൾക്കാർക്ക്, അന്നത്തെ കാലത്ത് 14 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ കാര്യമാണ്. അതിന് നടുവിൽ വലിയ നമ്മുടെ പ്ലേ ഗ്രൗണ്ട് പോലെ, ക്രിക്കറ്റ് ഗ്രൗണ്ട് പോലെ അല്ലെങ്കിൽ ഫുട്ബോൾ ഒരു ഗ്രൗണ്ട് ഉണ്ടാവും. അതിൽ വന്ന് അവരുടെ കളികളാണ് ചെയ്യുന്നത്. പക്ഷേ ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ക്രിസ്ത്യാനികൾ ഇവിടെ വന്ന് ഇട്ടിട്ട് അവരെ കൊല്ലുന്ന അനുഭവം അത് റോമാക്കാർക്ക് കണ്ട് സന്തോഷമായിരുന്നു. കൈയടിക്കുമായിരുന്നു, അവർ ആഹ്ലാദിക്കുമായിരുന്നു. അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി റോമാ ചക്രവർത്തിമാർ ചെയ്തുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളാണ് ക്രിസ്ത്യാനിയായി എന്ന് കേട്ടാൽ കുഞ്ഞുങ്ങളായാലും ഗർഭിണിയായ സ്ത്രീകളായാലും അവരിങ്ങനെ അത് മൃഗങ്ങളുടെ മുമ്പിൽ ഇട്ട് അവരെ കഴിച്ച് കീറുന്ന അത് കാഴ്ച കണ്ട് സന്തോഷിക്കുന്ന ഒരു പൈശാചിക ലോകത്തിലാണ് അതേ ക്രിസ്തീയ സഭ അല്ലെങ്കിൽ ദൈവസഭയെ ദൈവാത്മാവ് നിർത്തിയതും നിലനിർത്തിയതും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് ഒത്തിരി പ്രയാസങ്ങൾ ദൈവസഭ അനുഭവിച്ചു. പക്ഷേ ആ സഭ ഇന്ന് 21-ാം നൂറ്റാണ്ട് 2025 വരെ കർത്താവിൻ്റെ ആത്മാവ് വളർത്തിയെടുത്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. സ്തോത്രം, എത്രയൊക്കെ പിശാച് ജയിക്കാൻ ശ്രമിച്ചു. സ്തോത്രം, ചരിത്രം പഠിപ്പിക്കുന്ന ഹല്ലേലൂയ, അത് 400 വർഷം
കർത്താവിന് ശേഷം, അതെ, പെന്തക്കോസ്തിന് ശേഷം, അപ്പോസ്തലന്മാർ സഭ സ്ഥാപിച്ച ശേഷം 400 വർഷം ഇരുട്ടിൻ്റെ കാലാവധി, അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ അതേ നാളുകൾ, 400 വർഷം. സ്വത്രം. അവിടുന്ന് 16 നൂറ്റാണ്ടിലാണ് പിന്നെ സഭ പൊങ്ങി വരുന്നത്, വീണ്ടും പണിയപ്പെടുന്നത്, പിന്നെ വീണ്ടും ആത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകുന്നത്. ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന തുർക്കി എന്ന രാജ്യം, അതായിരുന്നു ഏഷ്യ മൈനർ. അപ്പോസ്തലൻ പൗലോസ് 3ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യൻ, അത് ഏറ്റവും കൂടുതൽ സഭകൾ സ്ഥാപിച്ച സ്ഥലമായിരുന്നു ഇന്നത്തെ തുർക്കി. ഇന്നാണ് മുസ്ലിം രാജ്യം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദാസന്റെ പറഞ്ഞ വചനത്തോട് ചേർന്ന് തന്നെ ദൈവാത്മ എനിക്ക് ഓർമ്മ. ഞാൻ പാസ്റ്റർ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആലയത്തിൽ വന്നിട്ടാണ് പാസ്റ്റർ കൂടെ വന്നത്. ഞാൻ ആലയത്തിൽ കയറി ചെല്ലുമ്പോൾ പാസ്റ്റർ കാര്യമായി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി അതാണ് ഒരുങ്ങുന്ന പോലെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അതോ ഇനിയിപ്പോൾ ഡിസ്ട്രിക്റ്റിലേക്ക് എഴുത്തിൻ്റെ മറുപടിയോ എന്തോ അറിയില്ലല്ലോ, കാരണം പോഡിയത്തിൽ നിൽക്കുന്നതുകൊണ്ട് അറിയത്തില്ല. പക്ഷേ ഞാൻ അകത്ത് ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി, പാസ്റ്റർ നോട്ട് ചെയ്തോ. സ്തോത്രം. ഇവിടെ നിന്ന് ഇപ്പോൾ പറയാം സമയം എനിക്ക് വേണ്ട, ഞങ്ങൾ ഉണ്ടാക്കുള്ളൂ, എനിക്ക് വേണ്ട, പാസ്റ്ററിന് വേണ്ടാന്ന്. പക്ഷേ ചില പാസ്റ്റർ സമയമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 10 മിനിറ്റ് അത്രയും അധ്വാനിച്ചല്ലോ. ഞാൻ ചിന്തിക്കാറുണ്ട്, കഴിഞ്ഞ ശനിയാഴ്ച അത് സണിച്ചാൻ്റെ വീട്ടിൽ വെച്ച പാസ്റ്റർ നോട്ടൊക്കെ എഴുതുന്ന നോട്ടിൻ്റെ പുസ്തകം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത്രത്തോളം ദൈവസഭയ്ക്ക് വേണ്ടി അതേ ജാഗരിച്ച് അതേ വചനം പഠിച്ചിട്ടാണ് പാസ്റ്റർ പ്രസ്താവിക്കുന്നത്. നമ്മളൊക്കെ കാണുന്ന പ്രവാചകൻ പോലെ വല്ല വെളിപ്പാട് പ്രാപിച്ച് പറയുന്ന അത് വേറൊരു ശുശ്രൂഷ. പക്ഷെ അതല്ല, ദൈവസ്ഥലിൽ ഇരുന്ന് അത് വചനം പഠിച്ച് താൻ വചനം മനസ്സിലാക്കി അത് എഴുതി. ചിലർക്കൊക്കെ പുച്ഛമാണ്. ചില പ്രവാചകന്മാർ പറയുന്നത് നോട്ട് എഴുതുന്ന അവർക്ക് പുച്ഛമാണ്, കാരണം അവരിങ്ങനെ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സ്തോത്രം. പക്ഷെ ദൈവവചനം തന്നെ പറയുന്നു, ഇരുന്ന് അത് മറക്കാതിരിപ്പാൻ നീ എഴുതണം. മറക്കാതിരിപ്പാൻ നീ അത് എഴുതണം. നിന്റെ മക്കളും കൊച്ചുമക്കൾക്കും. നമ്മളെവിടെ വരെ പറയും? മക്കളോട് പറയുള്ളൂ. കൊച്ചുമക്കൾ വന്നാലോ പിന്നെ കൊച്ചുമക്കൾ നമ്മളെ ഭരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ചും അപ്പാപ്പ അവിടെ ഇരിക്കും, അമ്മാമ്മ അവിടെ ഇരിക്കും. സ്തോത്രം. അല്ല, അച്ഛനൊക്കെ അറിയാം, അപ്പനച്ഛൻ മാത്യുച്ചാനൊക്കെ അറിയാം. അപ്പം മക്കളോട് ഒത്തിരി പറഞ്ഞു, പഠിപ്പിച്ചു. പക്ഷെ കൊച്ചുമക്കൾ വരുമ്പോഴാണ് വിഷയം. അബ്രാഹാമിന് വിഷയമുണ്ടായില്ല. മകളോടും പറഞ്ഞു, കൊച്ചുമകനായ യാക്കോബിനോടും പഠിപ്പിച്ചു. എവിടെ ജീവിക്കണം? മണിമാളികയിലല്ല, അത് പട്ടണത്തിലല്ല, പിന്നെയോ കുറ്റിയടിച്ച് കൂടാരത്തിനാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ട് വചനം പറയും, എബ്രായലേഖനം പറയുന്നത്, അബ്രാഹാമും ഇസാക്കും യാക്കോബും കൂടാരങ്ങളിൽ പാർത്തു. സ്തോത്രം. എൻ്റെ വാക്യം ഇതിനോട് ചേർന്ന് സ്തോത്രം വായിക്കാം. ആദ്യം യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം. യാക്കോബ് 1:5. അതല്ല എൻ്റെ വിഷയമെങ്കിലും ഇതിനോട് ചേർന്നൊരു കാര്യം സ്തോത്രം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു വിഷയം വാചകമാണല്ലോ, അല്ലെങ്കിൽ വാക്യമാണ്. പാസ്റ്റർമാർ അത് ഉദ്ധരിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. എന്നാൽ ഒരുവന് ജ്ഞാനം, ഏത് ജ്ഞാനമാ? ഡാർവിൻ്റെ തിയറി പഠിക്കാനുള്ള ജ്ഞാനമല്ല. സ്തോത്രം. E = mc². അത് പഠിക്കാൻ വേണ്ടിയുള്ള ജ്ഞാനമല്ല ഈ ജ്ഞാനം. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു അങ്ങനെയാണ്. അല്ല, തെറ്റ്. അത് അങ്ങനെ നമ്മൾ ഉദ്ധരിക്കാൻ ഇനി മുതൽ അത് ചെയ്യല്ല കേട്ടോ. സ്തോത്രം. ഇനി മുതൽ ദൈവമക്കൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ഈ വാക്യം അതിനു വേണ്ടി. ഇതെന്തിനു വേണ്ടി? ഏത് ജ്ഞാനമാ? ഉയർത്തുന്ന ജ്ഞാനം, ദൈവിക ജ്ഞാനം, ദൈവ തേജസ്സിന്റെ ജ്ഞാനം, സത്യത്തിന്റെ ജ്ഞാനം എന്നൊക്കെ വാക്യങ്ങളുണ്ട്. ഈ ജ്ഞാനം ആർക്കെങ്കിലും കുറവാണെങ്കിൽ അപ്പനമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല പറഞ്ഞേ, പിന്നെ ആരാ? അവൻ തന്നെ പ്രാർത്ഥിക്കണം. നമ്മളെ ഓരോ വാക്യങ്ങൾ നമ്മളെ പ്രവാചകന്മാരെ പഠിപ്പിച്ച, പാസ്റ്റർമാരെ കുറവാ, പ്രവാചകന്മാരെ പഠിപ്പിച്ച ഈ വാക്യങ്ങളാ. അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാൻ. സ്തോത്രം. അവരെ കുറ്റം പറയേണ്ട കാര്യമുണ്ട്, എങ്കിലും പൊതുവെ നല്ലവരായ ദേവദാസന്മാരുണ്ട്. സ്തോത്രം. അപ്പോൾ വാക്യങ്ങൾ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ആശ്വാസം തരുന്ന പോലെ പ്രാർത്ഥിക്കാനും പ്രവചിക്കാൻ വേണ്ടിയല്ല ദൈവവചനം പറഞ്ഞു. ഇവിടെ എന്താ? പ്രമാണിക്കാൻ വേണ്ടിയാ. നീ അത് ഉപദേശിക്കണം. സ്തോത്രം. യേശു താൻ തന്നെ അവസാനം പറഞ്ഞു, മത്തായി 28:20 പറയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. ഇന്ന് ആർക്കും ഉപദേശം ഇഷ്ടമല്ല, ആണോ ഗിബ്സ? സ്തോത്രം. നമ്മുടെ കുഞ്ഞായോണ്ട് സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല, വലിയവർക്കും പിന്നെ ഇഷ്ടം. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഇഷ്ടമില്ലാത്ത. അപ്പനമ്മമാർക്ക് ഇഷ്ടമല്ല ഉപദേശം, അല്ലേ പാസ്റ്റേ? സ്തോത്രം.
പിന്നെ എങ്ങനെ മക്കൾ ഇഷ്ടപ്പെടുന്നത്? പ്രൈസ് ലോർഡ്. സഭയിൽ പറയേണ്ട കാര്യമാണ്, പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മൾ ഇത്ര പേരുള്ളൂ. നിങ്ങളോട് മാത്രം ദൂതല്ല, അത് പോയിക്കോളും, കർത്താവ് അയച്ചോളും. സ്വന്തം നിങ്ങൾക്ക് അല്ല ദൈവാത്മാവ് ചെയ്തോളും. ദൈവത്തിൽ അതിനോട്. അപ്പം ഇതൊക്കെ വേണമെങ്കിൽ ഒരു കാര്യം കൂടി വേണം. ഇത് പ്രമാണം വേണമെങ്കിലും പ്രമാണം അനുസരിക്കണമെങ്കിലും കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണമെന്ന് അറിയാം, അതിനോ. ബട്ട് എന്നാലും പരിശുദ്ധാത്മാവില്ലാതെ ഒന്നും സംഭവിക്കില്ല. യേശുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ പഴയ നിയമത്തിൽ ജീവിച്ച ഒരു അപ്പച്ചനും ഒരു അമ്മച്ചിയും, ഇവിടെ അങ്ങനെ ആൾക്കാർ കൂടുതലാണല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി ദൂത് ഞങ്ങളോടൊരു ദൂതും കൂടിയാ. ലൂക്കോസ് 2:25 തൊട്ട് വേഗം വായിക്കാം. യെരൂശലേമിൽ ശിമിയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു. നീതിമാനായിരുന്നു, ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആയിരുന്നു. അത്രയുള്ള അയാളെ കുറിച്ച് പറയാൻ, വീട് നാട് കൂടൊന്നും പറയാനില്ല. നീതിമാനായിരുന്നു, ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുന്നവനായിരുന്നു. വായിച്ചോ. പക്ഷെ അവിടെയുണ്ട് ഈ ആത്മാവ്. യേശുവിന്റെ കാലഘട്ടമാണ്, പക്ഷേ പുതിയ നിയമം തുടങ്ങിയിട്ടില്ല. പുസ്തകം പുതിയ നിയമമാണെങ്കിലും പുതിയ നിയമം ആരംഭിച്ചില്ല. പുതിയ നിയമം ആരംഭിക്കുന്നത് ദൈവസഭ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം. കുറച്ചും കൂടി പറഞ്ഞാൽ അത് പെന്തക്കോസ്ത് നാളിലാണ് പുതിയ നിയമം ദൈവസഭയുടെ തുടക്കം ആരംഭിക്കുന്നത്. അപ്പോൾ ഇത് പഴയ നിയമത്തിലാണ്. പക്ഷേ പഴയ നിയമത്തിലും നമ്മൾ ദാവീദിനെ കുറിച്ചും ശിംശോനെ കുറിച്ചും വായിക്കുന്ന പോലെ ആത്മാ അവരുടെ മേൽ വന്നപ്പോൾ അവർ വൻ കാര്യങ്ങൾ ചെയ്തു. സിംഹത്തിന് വായ അടച്ചു, പൊളിച്ചു, അതേ സ്വതന്ത്രം സകല കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഇവിടെ ഈ പാവപ്പെട്ട മനുഷ്യന് അതൊന്നും ചെയ്തില്ല. ഈ പാവപ്പെട്ട മനുഷ്യൻ അതൊന്നും. പക്ഷെ ആത്മാവ് അവന്റെ മേൽ. എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്വതന്ത്രം 3 വാക്യങ്ങൾ ഈ മനുഷ്യനെ കുറിച്ച് എഴുതിയിട്ട് 3 വാക്യത്തിലും പരിശുദ്ധാത്മാവ് 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 എന്ന് എഴുതിയിട്ടുണ്ട്. വായിച്ചോ. അപ്പൊ ഒന്ന് പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. 2 ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായി. അപ്പൊ മേൽ മാത്രമല്ല, പരിശുദ്ധാത്മാവ് അവനോട് സംസാരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. 2ാമത്തെ വാക്യത്തിലും പരിശുദ്ധാത്മാവ്. ഒരു മിനിറ്റ് പാസ്റ്റർ അവസാനം വന്ന് നിർത്തിയ ഒരു കാര്യം, സ്തോത്രം, കുടുംബ പ്രാർത്ഥന. ഞാൻ 2 ആഴ്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്ന് കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ ചോദിച്ചു, സ്തോത്രം. ഇന്നും ഞാൻ ചോദിക്കാൻ പോവാണ്. പാസ്റ്റർ അത് പറഞ്ഞുള്ളൂ, കുടുംബ പ്രാർത്ഥന. ഇവിടെയല്ല പിന്നെയും പറയേണ്ടത്, ആൾക്കാരെ കുറവാണ്, സഭയിലാണ് പറയേണ്ടത്. കുടുംബ പ്രാർത്ഥന. പാസ്റ്റർ സന്ധ്യാപ്രാർത്ഥന പറഞ്ഞോളൂ. ബൈബിൾ പറയുന്ന 2 എണ്ണം ഉണ്ട്. പകൽ പ്രഭാത പ്രാർത്ഥനയുണ്ട്, സന്ധ്യാപ്രാർത്ഥനയുണ്ട്. എത്ര ജോലി തിരക്കായാലും. ഞാൻ പണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ, വെള്ളിയാഴ്ച പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട്. അതെ, പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സഭയിലും പറഞ്ഞിട്ടുണ്ട്, 1-2 സഭകളിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കോൾ ചെയ്യുമ്പോഴേ വീഡിയോ കോളിൽ പ്രാർത്ഥിക്കണം. എന്തായാലും പൈസ കൊടുത്തിട്ടുണ്ടല്ലോ, എന്തായാലും വിളിക്കുമ്പോൾ ഒരു 10-15 ചിലപ്പോൾ അരമണിക്കൂറും പോട്ടെ, അരമണിക്കൂർ ഇരുന്ന് കുടുംബ പ്രാർത്ഥന വീഡിയോ കോൾ ചെയ്യണമെന്ന് ഞാൻ 15 വർഷം മുമ്പേ ചെയ്തിട്ടുണ്ട്. അച്ഛാ 15 വർഷം മുമ്പ് അന്ന് വീഡിയോ കോളൊന്നും ഇല്ല, സാധാ ഫോൺ കോളായിരുന്നു. അന്ന് ഫ്രീ കോൾ ഉണ്ടായിരുന്നു, BSNL. ഞാനും എൻ്റെ ഭാര്യയും സ്വത്രം തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന ബൈബിൾ ട്രാൻസ്ലേഷനോ ദേവദാസും കുടുംബവും. അവർ 5 പേരാണ്, ഭാര്യ ഭർത്താവും 3 മക്കൾ. അവർ ഇന്ന് അട്ടപ്പാടിയിലാണ്. അവർ തിരുവല്ല ഇരുന്നുകൊണ്ടും ഞങ്ങൾ ആലുവ ഇരുന്നുകൊണ്ടും ഞങ്ങൾ ഈ വോയിസ് കോൾ ചെയ്യും. എന്നിട്ട് 1 മണിക്കൂർ കുടുംബ പ്രാർത്ഥന നടത്തുമായിരുന്നു. അതെന്ത് ഭ്രാന്ത? അതൊരു ഭ്രാന്ത. ആത്മാവ് വരുമ്പോൾ ആത്മാവ് ചിലർക്ക് ചെയ്യിപ്പിക്കും, അവനോട് ബന്ധം ഉണ്ടാകാൻ വേണ്ടി. ആത്മാവ് ഈ മനുഷ്യനോട് അരുളപ്പാട് നൽകി, എന്താണ്? നീ മരിക്കേയില്ല. അതുകൊണ്ട് വയസ്സനായി മരിച്ച് എന്നും പറഞ്ഞ എന്താ, നമ്മളാരും മരിക്കൂലേ? അല്ല, അവന് ഓരോ ദൂതുണ്ടായിരുന്നു. കാരണം എന്താണ്? അവന് ആ പരിശുദ്ധാത്മാവായിട്ട് നിരന്തരമായ സംഭാഷണം ഉണ്ടായിരുന്നു, സംസാരിക്കുമായിരുന്നു. നമുക്ക് ഇന്ന് ഏറ്റവും ലഭിച്ച സൗഭാഗ്യമാണ് അന്യഭാഷ. ഏത് സമയത്തും ഏത് മനുഷ്യന്റെ മുമ്പിൽ നിന്ന് നമുക്ക് അന്യഭാഷ പറയാലോ. അവർ ചോദിക്കും, എടാ പൊട്ട നീ എന്താ പറയാമെന്ന് ചോദിക്കും. സോറി, അങ്ങനെ പൊട്ടെന്ന് അവർ കൂട്ടുകാർ ചോദിക്കും. ഞാൻ പാസ്റ്റർ നീ എന്നെ പൊട്ടെന്ന് വിളിച്ചെന്നല്ല, എടി പൊട്ടി നീ എന്താ സംസാരിക്കുന്നത്? അപ്പം പറയാൻ ഒരു ചാൻസാണ്, ഉത്തരം പറയാൻ ഒരു ചാൻസ്. എന്താണ് ഞാൻ പറയുന്നത്? ഞാൻ അന്യഭാഷ പറയും. ഞാൻ എൻ്റെ കർത്താവിനോട്, എൻ്റെ അപ്പനോട്, എൻ്റെ പിതാവിനോട്, എൻ്റെ ദൈവത്തോട് ഞാൻ സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സമയമില്ല. 3-ാം വാക്യം. മൂന്നാമത്തെ കാര്യം, അവന് ആത്മനിയോഗം ഉണ്ടായി. എവിടെ പോകാൻ? അപ്പം ആലയത്തിൽ വരണമെങ്കിൽ ഒരു ആത്മനിയോഗം വേണം. അതുകൊണ്ട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഞായറാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയല്ല,
അടുത്ത ഞായറാഴ്ച, ഇനി നാളെ അല്ല, നാളെ കഴിഞ്ഞിട്ട് ആമേൻ പറഞ്ഞ് വീട്ടിൽ പോയി ശേഷം ഉച്ചയ്ക്ക് തൊട്ട് പ്രാർത്ഥിക്കണം അടുത്ത ഞായറാഴ്ചയ്ക്ക് വേണ്ടി. കാരണം അടുത്ത ഞായറാഴ്ച എന്തുണ്ട്? കർത്തൃമേശമുണ്ട്. അതും നിങ്ങളോടല്ല പറയേണ്ടത്, പറയേണ്ട ആൾക്കാരോട് പോയിട്ടുണ്ട്. അടുത്ത ഞായറാഴ്ചയ്ക്ക് വേണ്ടി ഈ ഞായറാഴ്ചയെ പ്രാർത്ഥിക്കണം. ആദ്യത്തിൽ പോകുമ്പോൾ ഒരു ആത്മനിയോഗം. അതുകൊണ്ട് ഈ മനുഷ്യൻ എന്ത് പറ്റി? ഈ മനുഷ്യനെ കൊണ്ട് ദൈവം പ്രവചിപ്പിച്ചു. ആരോട്? യേശു ക്രിസ്തുവിനെ കുറിച്ചും മറിയോട് പ്രവചനം പറഞ്ഞു. താഴെ വീട്ടിൽ പോയി ബാക്കി വായിച്ചു. സ്വന്തം ബാക്കിയുള്ള സമയം പാസ്റ്റിന് വേണ്ടി കർത്താവ് നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ആത്മനിറവിൽ, ആത്മശക്തിയോടെ, ആത്മാവ് അല്ലെങ്കിൽ നിയോഗത്തോടെ ഈ നാളിൽ ജീവിപ്പാൻ ദൈവാത്മാവ് ഇവിടെ വന്ന എല്ലാവരെയും മാത്രം നമ്മുടെ സഭയും ശക്തിയോടെ, അതേസമയം ആത്മനിറവ് എന്ന ആ ബോർഡ് ഇന്നും അവിടെ കിടപ്പുണ്ട്. പ്രൈസ് ലോർഡ്. ആ ആത്മനിറവ് അത് വെറുതെ അല്ലാതെ ബോർഡ് അവിടെ ഫ്ലെക്സ് അടിച്ചു വെച്ചിരിക്കുന്ന ഒരു നിയോഗത്തോടെയാണ് പാസ്റ്ററും ദൈവസഭയും കമ്മിറ്റിയും അത് ചെയ്യുന്നത്. എങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ആണ്, ഞാൻ പറയും എങ്കിൽ അത് അല്ലെങ്കിൽ അത് പൂർത്തീകരണം ഓരോരുത്തരുമേ കണ്ട് അനുഭവിച്ച് പോവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മെ കേൾപ്പിക്കുവാനായിട്ടിടയായിട്ടല്ലോ ദൈവത്തിന്റെ ദാസന്മാർക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അല്ലെങ്കിൽ ദൈവം ഇന്ന് നമ്മെ കേൾപ്പിച്ച ദൈവത്തിന്റെ